മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ കേരള ഹിസ്റ്ററിയുടെ ടോപ്പിക്ക് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത് മുഴുവനും നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വൈഡ് ടോപ്പിക്കാണ്. നമുക്ക് കേരള ഇന്ത്യ അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ കേരള ഹിസ്റ്ററി നമ്മൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമുക്ക് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ്? മിഡീവിയൽ ഇന്ത്യയാണ്. അത് നമ്മൾ പഠിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തത് കൊണ്ട് നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ് എന്നുള്ള ഭാഗം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, അവരുടെ സംഭാവനകൾ, പിന്നെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ചില കലാപങ്ങൾ, സന്ധികൾ, ഇതൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ച സമയത്ത് ബ്രിട്ടീഷുകാരുടെ ആഗമനം, യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. കേരള ഹിസ്റ്ററി പഠിച്ചപ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞതാണല്ലേ. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായിട്ട് വന്നു. 1497 പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരം വാസ്കോ ഡ ഗാമ എന്ന നാവികൻ പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കടൽ പാത കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ യാത്ര തിരിച്ചു. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്? പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരം. എന്നാണ് അദ്ദേഹം പുറപ്പെട്ടത്? 1497. എവിടെ നിന്നാണ്? പോർച്ചുഗീസിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നുമാണ് പുറപ്പെട്ടത്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേർന്നു. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം 1498 മെയ് 20. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, ഓർത്തിരുന്നോണം. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാടാണ് എത്തിച്ചേരുന്നത്. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടു. കച്ചവടത്തിന് പുറമെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയതോടെ യൂറോപ്യന്മാർ ഇന്ത്യയിൽ പലയിടങ്ങളിലായി ആധിപത്യം ഉറപ്പിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണകാലഘട്ടമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ, അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനായിരുന്നു മാസ്റ്റർ റാൽഫ് ഫിച്ച്. അദ്ദേഹം 1583 അക്ബറുടെ സദസ്സ് സന്ദർശിക്കുന്നത്. അപ്പം ആദ്യം ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ എന്ന് തന്നെ പറയാം അല്ലേ, മാസ്റ്റർ റാൽഫ് ഫിച്ചിനെ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദസ്സ്, അക്ബറുടെ സദസ്സ് മാസ്റ്റർ റാൽഫ് ഫിച്ച്, ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ചവരാണ് വില്യം ഹോക്കിൻസും അതുപോലെ തന്നെ തോമസ് റോയും. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. ഇപ്പം നമുക്ക് വിഴിഞ്ഞത്തെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടല്ലേ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ്? അത് വിഴിഞ്ഞത്തായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെൻറ്റ് ജോർജ് കോട്ടയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ്? മദ്രാസ് സെൻറ്റ് ജോർജ് കോട്ടയാണ്. 1644 സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ് മദ്രാസിൽ. അപ്പോൾ ആരാണ് ഈ സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിക്കുന്നത്? 1644 ഫ്രാൻസിസ് ഡേ ആണ്.
ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ്. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ ഒരു കോട്ട സ്ഥാപിച്ചത് എവിടെയാണ്? അത് അഞ്ചുതെങ്ങിലാണ്. 1695 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം 1721. അപ്പം ഇന്ത്യയിൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം അത് ആറ്റിങ്ങൽ കലാപമായിരുന്നു. വർഷം 1721. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷം ഏതാണ്? 1721. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. അപ്പോൾ റോയൽ ചാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബർ 31. അപ്പോൾ റോയൽ ചാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് ഇത്. ഈ ഉടമ്പടിയിൽ അനുവദിച്ച രാജ്ഞി ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. വർഷം ഏതാണ്? 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമായിരുന്നു 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിക്കുന്നത് സൂററ്റിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി എവിടെയാണ്? അത് സൂററ്റിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഫാൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനായിരുന്നു ജോൺ മിൽട്ടൺ ഫാൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി എന്നായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം എന്തായിരുന്നു? ജോൺ കമ്പനി. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലായിരുന്നു ഹെക്ടർ. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിൻ്റെ പേരെന്താ? ഹെക്ടർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബർ ആയിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഡിസംബർ 31 ഇവിടെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തി അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് മുഗൾ ഭരണാധികാരിയായ ജഹാംഗീർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ജെയിംസ് ഫസ്റ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയത് 1687 അപ്പം ഈ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ തലസ്ഥാനം സൂററ്റായിരുന്നു. ഇത് സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയത് 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി അത് സൂറത്തിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. താപ്തി നദിക്കരയിലാണ്. സൂറത്തിൽ താപ്തി നദിക്കരയിൽ. അപ്പം സൂറത്ത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ദെൻ ആഫ്റ്റർ മദ്രാസ്, ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ, കൊൽക്കത്ത, പശ്ചിമ ബംഗാളിൽ, ബോംബെ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെയാണ് ആദ്യ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഫാക്ടറികളും വ്യവസായങ്ങളും ആരംഭിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ പടിഞ്ഞാറൻ തീരത്തെ ആസ്ഥാനം സൂറത്തിൽ നിന്നും 1687 ബോംബെയിലേക്ക് മാറ്റുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. 1644 ബ്രിട്ടീഷുകാർ സെൻറ്റ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചത് മദ്രാസിലാണ്.
ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവിയായ ഫ്രാൻസിസ് ഡേയാണ് സെൻറ്റ് ജോർജ് കോട്ട നിർമ്മിച്ചത്. ഇനി കോറമണ്ടൽ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമായിരുന്നു സെൻറ്റ് ജോർജ് കോട്ട എന്ന് തന്നെ പറയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയ്ക്ക് വാങ്ങിയ കൂടല്ലൂരിലെ കോട്ടയാണ് സെൻറ്റ് ഡേവിഡ് കോട്ട. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയ്ക്ക് വാങ്ങിയ കൂടല്ലൂരിലെ കോട്ട ഏതാണ്? അത് സെൻറ്റ് ഡേവിഡ് കോട്ടയാണ്. ബ്രിട്ടീഷുകാർ മദ്രാസ് പട്ടണത്തിൽ ഫാക്ടറി സ്ഥാപിക്കാൻ സ്ഥലം വാങ്ങിയത് ചന്ദ്രഗിരി രാജാവിൽ നിന്നുമായിരുന്നു. ബംഗാൾ നവാബിൻ്റെ അനുമതിയോടെ ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലെ ഹൂഗ്ലി നദീതീരത്ത് വ്യാപാര കേന്ദ്രം ആരംഭിക്കുന്നു. അപ്പം ബംഗാൾ നവാബിൻ്റെ അനുമതിയോടുകൂടി ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലെ ഹൂഗ്ലി നദീതീരത്ത് വ്യാപാര കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പിന്നീട് കൊൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച കോട്ടയാണ് ഫോർട്ട് വില്യം കോട്ട അല്ലെങ്കിൽ വില്യം കോട്ട എന്ന് പറയുന്നത്. 1644 വിഴിഞ്ഞത്താണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത്. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ പണ്ടകശാല നിർമ്മിച്ചത് എവിടെയാണ്? അത് വിഴിഞ്ഞത്തായിരുന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് 1695 അഞ്ചുതെങ്ങിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ വ്യാപാരം നടത്താൻ രാജകീയ അനുമതി നൽകിയ മുഗൾ രാജാവായിരുന്നു ഫറൂഖ് സിയാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയ മുഗൾ രാജാവ് ആരാണ്? അത് ഫറൂഖ് സിയാർ ആണ്. മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്നത് ഫറൂഖ് സിയാർ നൽകിയ ഫർമാനാണ്. ഫർമാൻ മീൻസ് എന്താണ്? ആ അനുമതി, രാജകീയ അനുമതിക്ക് പറയുന്നതാണ് ഫർമാൻ എന്ന് കേട്ടോ. അപ്പോൾ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നാണ് നമ്മുടെ ഈ ഫറൂഖ് സിയാർ നൽകിയ വ്യാപാരം നടത്താൻ നൽകിയ രാജകീയ അനുമതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നാണ്. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പം 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മൾ പറയപ്പെടുന്നു. അപ്പോൾ 1757 ഈ പ്ലാസി യുദ്ധം മുതൽ 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള ഈ 100 വർഷ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശം അവരുടെ ഭരണത്തിന് കീഴിലാക്കി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% പ്രദേശമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നത്. 63% പ്രദേശം എന്ന് പറയുമ്പം ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശവും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്ന രീതി ഇവിടെ തന്നിട്ടുണ്ട്. യുദ്ധങ്ങൾ വഴി എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം, മൈസൂർ യുദ്ധങ്ങൾ, മറാത്ത യുദ്ധങ്ങൾ. അപ്പോൾ ഈ പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും വഴി ബംഗാളിനെയാണ് ഇവർ തങ്ങളുടെ അധികാരത്തിന് കീഴിലാക്കിയത്. മൈസൂർ യുദ്ധങ്ങൾ വഴിയോ മലബാറും കൂർഗും ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്നു. മറാത്ത യുദ്ധങ്ങളിലൂടെ മറാത്തയും അവരവരുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഇനി നിയമങ്ങൾ വഴിയാണെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങളാണ്. സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ പ്രദേശങ്ങൾ തങ്ങളുടെ കീഴിലാക്കി. ഇനി ദത്തവകാശ നിരോധന പ്രകാരം ഝാൻസി, സത്താറ, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ കൈയടക്കി. കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം കമ്പനിയുടെ ഏകീകൃത ഭരണമായിരുന്നു നടപ്പിലാക്കിയത്. 63% ബാക്കി ഭാഗം, ഈ നമ്മൾ 63% ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ബാക്കി ഭാഗം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പം പറഞ്ഞു വന്നാൽ എങ്ങനെയാണ്? അതും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ ഓർഡറുകൾ അല്ലെങ്കിൽ അവരുടെ ആജ്ഞകൾ അനുസരിച്ചായിരുന്നു നാട്ടുരാജാക്കന്മാർ പ്രവർത്തിച്ചിരുന്നത്. അപ്പം ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള നാട്ടുരാജാക്കന്മാരുടെ ബാക്കിയുള്ള
37% പ്രദേശവും ഈ ബ്രിട്ടീഷുകാരുടെ തന്നെ കീഴിലായിരുന്നു. കാരണം എന്താണ്, നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് കർഷകർ ആയിരുന്നു. കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇന്ത്യയിൽ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. കാർഷിക മേഖലയിൽ ഈ മാറ്റത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാണ് വിളിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് കർഷകർ എന്തിനു വേണ്ടിയാണ് കൃഷി ചെയ്തത്? അവരുടെ സ്വന്തം ആവശ്യത്തിനും ഗ്രാമങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായപ്പോൾ ഇവർ വിപണി ലക്ഷ്യമാക്കി, അതായത് വ്യവസായം ലക്ഷ്യമാക്കി കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്ന മാറ്റത്തെയാണ് വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നികുതി വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യവിളകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നികുതി നൽകാൻ തികയുമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഉയർന്ന വരുമാനം ലഭിക്കുന്ന നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകർ തുടങ്ങി. അപ്പം നികുതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പം ഭക്ഷ്യവിളകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് നികുതി അടക്കാൻ തികയാതെ വന്നു. അങ്ങനെ അത് കർഷകർ എന്ത് ചെയ്തു? കാർഷിക വിളകളുടെ, നാണ്യവിളകളുടെ കൃഷി ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് റോബർട്ട് ക്ലൈവ്, നമ്മുടെ ബംഗാൾ ഗവർണർമാരെയും വൈസ്രോയിമാരെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം. റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. ആരാണ് റോബർട്ട് ക്ലൈവ്? റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നാണ് റോബർട്ട് ക്ലൈവ് അറിയപ്പെടുന്നത്. അപ്പം നമ്മളോട് ചോദിക്കാം, ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? അല്ലെങ്കിൽ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? എന്താണ് ഉത്തരം? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ചാത്താം പ്രഭു അതല്ലെങ്കിൽ വില്യം പീറ്റ് റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചാത്താം പ്രഭു അദ്ദേഹം റോബർട്ട് ക്ലൈവിനെ എന്താണ് വിശേഷിപ്പിച്ചത്? സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. നവാബ് മേക്കർ എന്നറിയപ്പെടുന്നതും റോബർട്ട് ക്ലൈവാണ്. ബംഗാളിൽ ദ്വിഭരണം 1765 ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അപവാദ പ്രചാരണത്തെ തുടർന്ന് 1774 ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നാണ് റോബർട്ട് ക്ലൈവ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ, ഈ ക്വസ്റ്റ്യൻ PSC പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ ആണെങ്കിലോ റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് അതാരാണ്? അത് കഴ്സൺ പ്രഭുവാണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് കഴ്സൺ പ്രഭുവും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ഇത് ചോദിക്കാം നമ്മളോട്, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആരാണ്? അത് റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളായിരുന്നു. ഹെൻറി വാൻ സിറ്റാട്ട് ബംഗാളിലെ രണ്ടാമത്തെ ഗവർണറാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവും രണ്ടാമത്തെ ഗവർണർ ഹെൻറി വാൻ സിറ്റാട്ട്. ബക്സർ യുദ്ധകാലത്ത് ബംഗാൾ ഗവർണറായിരുന്നു ഹെൻറി വാൻ സിറ്റാട്ട്. മിർ ജാഫറിനെ സ്ഥാനഭ്രഷ്ടനാക്കി മിർ കാസിമിനെ നവാബാക്കിയ ബംഗാൾ ഗവർണറാണ് ഇദ്ദേഹം. ഇനി നമുക്ക് ഗവർണർ ജനറൽമാരെ പറ്റി പഠിക്കാം. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞത് ഗവർണറാണ്, 2 ഗവർണർമാരാണ്. ആരൊക്കെയാണ്? ഒന്നാമത്തേത് റോബർട്ട് ക്ലൈവ്, രണ്ടാമത്തേത് ഹെൻറി വാൻ സിറ്റാട്ട്. ഇനി നമ്മൾ ഗവർണർ ജനറൽമാർ. അപ്പം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. 1773 മുതൽ 1785 വരെയുള്ള കാലഘട്ടത്തിലാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാൾ ഗവർണറായി സേവനമനുഷ്ഠിച്ചത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് ബംഗാളിൻ്റെ ഗവർണർ ജനറലായ വ്യക്തി, അപ്പം 1773 മുമ്പ് വരെ ഗവർണറായിരുന്നു. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ എന്ന പദവി വരുന്നത്. അപ്പം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു
ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ 1773 റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷം ആദ്യമായി വന്ന ഗവർണർ ജനറൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ബംഗാൾ ഗവർണർ ആയിട്ടിരുന്നത് ആരാണ്? അത് ഗവർണർ ജനറൽ ആയിട്ടിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1773 മുതൽ 1785 വരെയുള്ള കാലയളവിൽ. ഓരോ ജില്ലയിലും ഒരു സിവിൽ കോർട്ട്, ഒരു ക്രിമിനൽ കോർട്ട് എന്ന പരിഷ്കാരം കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടത്തിലാണ് സാദർ ദിവാനി അദാലത്ത് സ്ഥാപിച്ചത്. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചപ്പം ഗവർണർ ജനറൽ ആരായിരുന്നു? അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് എലീജ ഇംബെ. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് എലീജ എൻബെ ആണ്. ഓർത്തിരുന്നോണം, കൊൽക്കത്ത സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ് എലീജ ഇംബെ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് ആരായിരുന്നു? അത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയതാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെൻറ്റ് അംഗമാണ് എഡ്മണ്ട് ബർക്ക്. വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യാനായി ഉന്നയിച്ച കാരണങ്ങൾ: മഹാരാജ നന്ദകുമാർ സംഭവം, ചേത് സിംഗ് സംഭവം, ഔദുബീഗം സംഭവം. ഈ സംഭവങ്ങളൊക്കെ കാരണമാണ് അദ്ദേഹത്തിനെ ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ എലീജ ഇംബെ വാറൻ ഹേസ്റ്റിങ്സിനൊപ്പം ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കപ്പെട്ടു. വാറൻ ഹേസ്റ്റിങ്സിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിനു പ്രതികാരമായി തെറ്റായി വിചാരണ ചെയ്ത് തൂക്കിക്കൊന്ന ഉദ്യോഗസ്ഥനാണ് മഹാരാജ നന്ദകുമാർ. അപ്പോൾ മഹാരാജ നന്ദകുമാർ സംഭവം എന്താണ്? വാറൻ ഹേസ്റ്റിങ്സിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പ്രതികാരമായിട്ട് അദ്ദേഹത്തെ, മഹാരാജ നന്ദകുമാറിനെ, തെറ്റായ വിചാരണ നടപടികൾക്ക് വിധേയനാക്കി തൂക്കിക്കൊന്നു. അതാണ് മഹാരാജ നന്ദകുമാർ സംഭവം എന്ന് പറയുന്നത് 1775. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് റവന്യൂ ബോർഡ് രൂപീകരിക്കുന്നു. ക്വിൻ കിനൈൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി. അപ്പോൾ കിനൈൽ ഭൂനികുതി വ്യവസ്ഥ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റെയറായിട്ട് ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഈ കിനൈൽ ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയായ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. റിംഗ് ഫെൻസ് വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിക മതപഠനത്തിനായി കൽക്കട്ടയിൽ മദർസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഇസ്ലാമിക പഠനത്തിനായി കൽക്കട്ടയിൽ മദർസ സ്ഥാപിച്ചു. ചാൾസ് വിൽക്കിൻസിൻ്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയ ഗവർണർ ജനറൽ. ചാൾസ് വിൽക്കിൻസിൻ്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖമെഴുതിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനമാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. അപ്പോൾ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇത് നമ്മളിങ്ങനെ ഇഷ്ടത്തോടെ പഠിക്കണം കേട്ടോ, കാരണം ഒരു കഥ പോലെ മനസ്സിൽ ഓർത്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോകും. 1784 റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് സർ വില്യം ജോൺസ് ആണ്. അപ്പോൾ വില്യം ജോൺസ് ആണ് സ്ഥാപനം വന്നതാണ് കേട്ടോ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത്. 1784 വില്യം ജോൺസ് ആണ് ഇത് ആരംഭിക്കുന്നത്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ഈ സ്ഥാപനം വരുന്നത്. വില്യം ജോൺസ് ആണ് ഇത് സ്ഥാപിക്കുന്നത്. അടുത്തതാണ് ബനാറസ് ഉടമ്പടി. 1773 ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സും അവധിയിലെ നവാബ് ഷൂജ ഔ ദൗളയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബനാറസ് ഉടമ്പടി. ആരൊക്കെ തമ്മിലാണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സും അവധിയിലെ നവാബ് ഷുജ ഉദ് ദൗളയുമായിട്ടായിരുന്നു ബനാറസ് ഉടമ്പടി.
കമ്പനി പ്രദേശങ്ങളെ മറാത്തരുടെയും അഫ്ഗാൻകാരുടെയും ആക്രമണങ്ങളിൽ നിന്നും പരിരക്ഷിക്കുന്നതിനായി അവധ് ഒരു ഇടരാജ്യമായി നിലനിർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. കരാർ പ്രകാരം മുഗൾ ചക്രവർത്തിയിൽ നിന്നും പിടിച്ചെടുത്ത അലഹാബാദ്, കോറ എന്നീ ജില്ലകൾ അവധിന് നൽകിയതിന് പകരമായി 50 ലക്ഷം രൂപയും നവാബിൻ്റെ രക്ഷയ്ക്കായി നിർത്തുന്ന കമ്പനി സേനയുടെ സംരക്ഷണ ചെലവും നവാബ് വഹിക്കണം. ഇതായിരുന്നു ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഈ ഉടമ്പടി പ്രകാരം മുഗൾ ചക്രവർത്തിയിൽ നിന്നും പിടിച്ചെടുത്ത അലഹാബാദും കോറ എന്നീ ജില്ലകൾ അവധിന് നൽകുന്നു. അതിന് പകരമായിട്ട് 50 ലക്ഷം രൂപയും കൊടുക്കണം കമ്പനിക്ക്. നവാബിൻ്റെ രക്ഷയ്ക്കായി കമ്പനി നിർത്തുന്ന സേനയുടെ സംരക്ഷണ ചെലവും ആര് വഹിക്കണം? നവാബ് വഹിക്കണം. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റിൻ്റെ കാലത്ത് കമ്പനി ഭരണത്തിൻ്റെ മേൽ ബ്രിട്ടൻ്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമമാണ് 1784 പിറ്റ്സ് ഇന്ത്യ നിയമം. അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വില്യം പിറ്റിൻ്റെ കാലത്ത് കമ്പനി ഭരണത്തിൻ്റെ മേൽ ബ്രിട്ടൻ്റെ നിയന്ത്രണം പൂർണ്ണമാക്കി. ബ്രിട്ടൻ്റെ ആ നിയന്ത്രണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽ പൂർണ്ണമായും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1784 കൊണ്ടുവന്ന നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ നിയമം. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അടുത്തതാണ് കോൺവാലിസ് പ്രഭു. അപ്പോൾ അടുത്ത ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. അപ്പോൾ കോൺവാലിസ് പ്രഭുവിൻ്റെ കാലഘട്ടം 1786 മുതൽ 1793 വരെയുള്ള കാലഘട്ടമാണ്. ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറലായ ഏക വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. ബംഗാളിൽ 2 തവണ ഗവർണർ ജനറലായ ഏക വ്യക്തിയാണ് ആര്? കോൺവാലിസ് പ്രഭു. പദവിയിലിരിക്കെ അന്തരിച്ച ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ SI എഴുതാൻ പോകുന്നവർക്കും CPO എഴുതാൻ പോകുന്നവർക്കും ഒക്കെ ചോദിക്കാം കേട്ടോ. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് കോൺവാലിസ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? കോൺവാലിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നാണ് കോൺവാലിസ് അറിയപ്പെടുന്നത്. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറലാണ് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോൺവാലിസ് പ്രഭുവാണ്. അപ്പം ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ഒപ്പുവെച്ചപ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? അത് കോൺവാലിസ് പ്രഭു ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. കോടതികളെ ഗ്രേഡുകളായി തരംതിരിക്കുകയും ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചു. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിക്കാനായി കോൺവാലിസ് കോഡ് കൊണ്ടുവന്ന ഭരണാധികാരി. ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചു. അതുകൂടാതെ തന്നെ റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിക്കാനായിട്ട് കോൺവാലിസ് കോഡ് എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. ജോനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ. അപ്പം ജോനാഥൻ ഡങ്കൻ സ്ഥാപിച്ചതാണ് ബനാറസ് സംസ്കൃത കോളേജ് 1791. ആരാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്? ജോനാഥൻ ഡങ്കൻ. കോൺവാലിസ് പ്രഭുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഗംഗാ തീരത്തെ ഗാസിപൂറാണ്. അപ്പം ഇവിടെ വെച്ചാണ് അന്തരിച്ചതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഗംഗാതീരത്തെ ഗാസിപൂരിലാണ്. ഇന്ന് ഇദ്ദേഹം കൊണ്ടുവന്ന ഭൂനികുതി വ്യവസ്ഥകൾ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റേറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. എന്തൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ. ഓർത്തോണം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ആദ്യമായി ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് ആയിരുന്നു. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നത്. അപ്പോൾ 1793 ബംഗാൾ, ബീഹാർ, ഒറീസ, കോൺവാലിസ്.
ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെമീന്ദാരി സമ്പ്രദായം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്താൻ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥൻ ആരാണ്? ജോൺ ഷോർ ആണ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ജോൺ ഷോർ ആയിരുന്നു. അപ്പോൾ ജോൺ ഷോർ ഓർത്തോണം. കോൺവാലിസ് പ്രഭു 1793 ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. സെമീന്ദാരി സമ്പ്രദായം എന്ന് പറയുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഭൂനികുതി പിരിച്ചിരുന്നവർ, കളക്ട് ചെയ്തിരുന്നവരെ സെമീന്ദാർമാരെന്നാണ് പറയുന്നത്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ഈ സെമീന്ദാറായിരുന്നു. അതായത് ഒരു പ്രദേശം ഒരു സെമീന്ദാറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തെ മുഴുവൻ നികുതി പിരിക്കാനുള്ള അവകാശവും ആ ഭൂമിയുടെ ഉടമസ്ഥനും ആരായിരുന്നു? ഈ സെമീന്ദാറായിരുന്നു. സെമീന്ദാർമാരുടെ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകൻ കുടിയാന്മാരായി മാറുന്നു. അപ്പം ഇവിടെ കർഷകർ പണിയെടുക്കുന്നു, അവർ നികുതി കൊടുക്കുന്നു. പക്ഷേ ഈ ഭൂമിയുടെ അവകാശം എന്ന് പറയുന്നത് ആർക്കായിരുന്നു? ഇവിടെ നികുതി പിരിക്കുന്ന സെമീന്ദാർമാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെമീന്ദാർമാർ അവിടെ ഭൂവുടമകളുമായി, യഥാർത്ഥത്തിൽ കർഷകൻ അവിടെ ഒരു കുടിയേറ്റക്കാരനാവുകയുമാണ് ചെയ്യുന്നത്. കുടിയാന്മാരായി, അതായത് അവർക്ക് കുടികിടപ്പ് അവകാശം പോലും ഇല്ല. അവിടെ ആ ഭൂമിയിൽ അവർക്ക് ഒരവകാശവും ഇല്ല. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. വിളവ് ഉണ്ടേലും ഇല്ലേലും എന്ത് ചെയ്യണം? കൊടുക്കാനുള്ള നികുതി കൊടുത്തിരിക്കണം. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതി. അപ്പം പണ്ടെങ്ങനെയായിരുന്നു? ഇവർക്ക് പണമല്ല, ഇവരെന്ത് ചെയ്യും? അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു അവർ നികുതിയായി കൊടുത്തിരുന്നത്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു കഴിഞ്ഞപ്പോൾ ഇവരത് മാറ്റിയിട്ട് എന്തായി? നികുതി പണമായിട്ട് തന്നെ നൽകണമെന്നായി. അത് നിശ്ചിത തീയതിയിൽ തന്നെ. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ കർഷകർ നികുതിയായി വിളവിൻ്റെ 60% നൽകണമായിരുന്നു. അപ്പോൾ അവർ കൃഷി ചെയ്യുന്നതിൻ്റെ 60%, കൃഷി ചെയ്യുന്ന ലാഭത്തിൻ്റെ 60% നികുതിയായിട്ട് തന്നെ കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലെ കാര്യങ്ങൾ. അടുത്തതാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളായിരുന്നു റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ. റൈറ്റ് വാരി വ്യവസ്ഥയോ ദക്ഷിണേന്ത്യയിലായിരുന്നു, ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി. റൈറ്റ് വാരിയിൽ എങ്ങനെയാണ്? കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിക്കുന്നത്. റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്ന സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ഹേസ്റ്റിങ്സ് പ്രഭു ആയിരുന്നു. റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ഹേസ്റ്റിങ്സ് പ്രഭു ആയിരുന്നു. മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്ന മദ്രാസ് ഗവർണറാണ് തോമസ് മൺറോ. 1820 തോമസ് മൺറോയാണ് മദ്രാസിൽ റൈറ്റ് വാരി സംവിധാനം കൊണ്ടുവന്നത്. അടുത്തതാണ് മഹൽവാരി വ്യവസ്ഥ. നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത് അല്ലേ? നികുതി വ്യവസ്ഥകൾ: ശാശ്വത ഭൂനികുതി, റൈറ്റ് വാരി, മഹൽവാരി. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലായിരുന്നു. റൈറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശത്ത്, മഹൽവാരി എവിടെയായിരുന്നു? അത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലായിരുന്നു. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. മഹൽവാരി വ്യവസ്ഥയിൽ ആരാണ് നികുതി പിരിച്ചത്? ഗ്രാമത്തലവന്മാർ. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട്, ഒരു മഹലായിട്ട് കണക്കാക്കി. അപ്പം ഇത്രയുമാണ് ഭൂനികുതി വ്യവസ്ഥ. 3 എണ്ണം: ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ സെമീന്ദാർമാരായിരുന്നു. റൈറ്റ് വാരിയിൽ അവിടെ ഗ്രാമത്തലവന്മാരായിരുന്നു. റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. മഹൽവാരിയിലാണെങ്കിൽ ഗ്രാമത്തലവന്മാരായിരുന്നു അവിടെ നികുതി പിരിച്ചിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ. റൈറ്റ് വാരി ആണെങ്കിൽ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും, മഹൽവാരി ആണെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ആണ് സർ ജോൺ ഷോർ. ജോൺ ഷോറിൻ്റെ കാലഘട്ടം 1793 മുതൽ 1798 വരെയുള്ള കാലഘട്ടമാണ്. ഇടപെടാതിരിക്കൽ നയം നടപ്പിലാക്കിയ ബംഗാൾ ഗവർണർ ജനറലായിരുന്നു സർ ജോൺ ഷോർ. ഇടപെടാതിരിക്കൽ നയം, നോൺ ഇൻ്റർവെൻഷൻ പോളിസി, ഇത് നടപ്പിലാക്കിയ ബംഗാൾ ഗവർണർ ജനറലാണ് സർ ജോൺ ഷോർ. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറലായിരുന്നു സർ ജോൺ ഷോർ.
1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ. മറാത്താക്കാരും ഹൈദരാബാദിലെ നൈസാമും തമ്മിലുള്ള ഖാർദ യുദ്ധം നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്നു ഇദ്ദേഹം. അപ്പം ഖാർദ യുദ്ധം ആരതൊക്കെ തമ്മിലായിരുന്നു? മറാത്താക്കാരും ഹൈദരാബാദിലെ നൈസാമുകളും തമ്മിലായിരുന്നു ഖാർദ യുദ്ധം. ഖാർദ യുദ്ധം നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ സർ ജോൺ മാർഷൽ ആയിരുന്നു. ജോൺ ഷോർ ആണ്, ജോൺ മാർഷൽ അല്ല, സോറി, ജോൺ ഷോർ. അടുത്തതാണ് റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം 1798 മുതൽ 1805 വരെയാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി സ്വയം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ബംഗാൾ കടുവ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ് റിച്ചാർഡ് വെല്ലസ്ലി അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ. 1802 ശിശുഹത്യ നിരോധിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ. 1802 ശിശുഹത്യ നിരോധിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ. സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1798. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1798. അതാരാ കൊണ്ടുവന്നത്? റിച്ചാർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. 1798. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ്. ഹൈദരാബാദിലെ നൈസാം എന്ന് വെച്ചാൽ ഹൈദരാബാദിലെ ഭരണാധികാരിയാണ് കേട്ടോ. സൈനിക സഹായം വ്യവസ്ഥയിൽ ഒപ്പുവെച്ച മറ്റു നാട്ടുരാജ്യങ്ങളാണ് തഞ്ചാവൂരും ഇൻഡോറും. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ടിരുന്നവർ അംഗീകരിക്കേണ്ട നിബന്ധനകളും വ്യവസ്ഥകളും ഇവിടെ പറയുന്നുണ്ട്. അപ്പം ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ടു. ഇവിടെ പറയുന്നത് തഞ്ചാവൂര്, ഇൻഡോർ, ഹൈദരാബാദ് എന്നിവയാണ്. ഓട് വൺ ചോദിക്കാം. അപ്പോൾ ഇവർ അംഗീകരിക്കേണ്ടതായ ചില നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ ഈ ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്, കമ്പനി പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ ഈ സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യങ്ങൾ അവരുടെ നാട്ടുരാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കണം. അതുകൂടാതെ ഈ ബ്രിട്ടീഷ് സൈന്യത്തെ ഈ നാട്ടുരാജാക്കന്മാരുടെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം. കൂടാതെ ഗവർണർ ജനറലിൻ്റെ അനുവാദമില്ലാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയോ ബ്രിട്ടീഷുകാരല്ലാത്ത മറ്റ് യൂറോപ്യന്മാരെ നിയമിക്കുകയില്ലെന്ന് സമ്മതിക്കണമായിരുന്നു. പകരമായി രാജ്യത്തിൻ്റെ സുരക്ഷ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. അപ്പോൾ ഇവർ ഈ വ്യവസ്ഥയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മറ്റു നാട്ടുരാജ്യങ്ങളുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. ബ്രിട്ടീഷുകാരല്ലാതെ വേറെ ഒരു യൂറോപ്യന്മാരെയും ഇവിടെ ഒന്നിനും നിയമിക്കാൻ പറ്റില്ല. നിയമിക്കണമെങ്കിൽ തന്നെയും ബ്രിട്ടീഷുകാരുടെ സമ്മതം മേടിക്കണം. ഇതിന് പകരമായി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? രാജ്യത്തിൻ്റെ സുരക്ഷ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നു. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥയിലെ ഉടമ്പടികൾ. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അടുത്ത ഗവർണർ ജനറലാണ് ജോർജ് ബാർലോ. ജോർജ് ബാർലോയുടെ കാലഘട്ടം 1805 മുതൽ 1807 വരെയുള്ള കാലഘട്ടമാണ്. 1806 വെല്ലൂർ ലഹള നടന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു ജോർജ് ബാർലെ. അതായത് ബംഗാളിൽ നമ്മുടെ 1806 വെല്ലൂർ ലഹള നടന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു ജോർജ് ബാർലോ. ഇന്ത്യയിൽ അടിമ വ്യാപാരം 1807 അവസാനിപ്പിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ. ഇന്ത്യയിൽ അടിമ വ്യാപാരം അവസാനിപ്പിച്ചത് 1807 ജോർജ് ബാർലോയാണ് കേട്ടോ. അദ്ദേഹത്തെ പറ്റി വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ.
ഉള്ളൂ. അടുത്തതാണ് മിൻറ്റോ ഫസ്റ്റ്. 1807 മുതൽ 1813 വരെയുള്ള കാലഘട്ടമായിരുന്നു മിൻറ്റോ ഫസ്റ്റ്. 1809 അമൃതസർ സന്ധി ഒപ്പുവെക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ. 1809 അമൃതസർ സന്ധി ഒപ്പുവെക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറലായിരുന്നു. അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് ഭരണാധികാരിയാണ് രാജ രഞ്ജിത് സിംഗ്. അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബിൻ്റെ ഭരണാധികാരിയായിരുന്നു രാജ രഞ്ജിത് സിംഗ്. അടുത്ത ഗവർണർ ജനറലാണ് ഹേസ്റ്റിങ്സ് പ്രഭു. 1813 മുതൽ 1823 വരെയുള്ള കാലഘട്ടമായിരുന്നു ഹേസ്റ്റിങ്സ് പ്രഭുവിൻ്റേത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നത് ഹേസ്റ്റിങ്സ് പ്രഭു ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് മഹൽവാരി സമ്പ്രദായം ആരംഭിച്ചപ്പോൾ ഗവർണർ ജനറൽ ഹേസ്റ്റിങ്സ് പ്രഭു ആയിരുന്നു. നേപ്പാൾ കീഴടക്കിയ ബംഗാൾ ഗവർണർ ജനറലാണ് ഇദ്ദേഹം. സാമന്ത ഏകകീയ നയം പോളിസി ഓഫ് സബോർഡിനേറ്റ് ഐസൊലേഷൻ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. സാമന്ത ഏകകീയ നയം കൊണ്ടുവന്നത് ഹേസ്റ്റിങ്സ് പ്രഭു ആയിരുന്നു. ഉത്തരേന്ത്യയിലെ പ്രധാന കൊള്ള സംഘമായ പിണ്ടാരികളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ. പിണ്ടാരികൾ എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരേന്ത്യയിലെ പ്രധാന കൊള്ള സംഘങ്ങളായിരുന്നു പിണ്ടാരികൾ. ഇവരെ അമർച്ച ചെയ്തത്, അടിച്ചമർത്തിയത് ഹേസ്റ്റിങ്സ് പ്രഭു ആണ്. ഹേസ്റ്റിങ്സ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന സമയത്തെ പ്രധാന സംഭവങ്ങളാണ്: പേഷ്വാ പദവി അവസാനിപ്പിച്ചു, ബോംബെ പ്രസിഡൻസി നിലവിൽ വന്നു, പൂനെ ബോംബെയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു, ക്രിസ്ത്യൻ മിഷണറിമാർ സരംപൂർ കോളേജ് ആരംഭിച്ചു 1818. ആംഗ്ലോ നേപ്പാൾ യുദ്ധം 1814 മുതൽ 16 വരെ. ഇതൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങൾ. അടുത്തതാണ് വില്യം ബെൻഡിക്ക്. 1828 മുതൽ 1835 വരെയുള്ള കാലഘട്ടമായിരുന്നു വില്യം ബെൻഡിക്കിൻ്റെ കാലഘട്ടം. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ച ഗവർണർ ജനറലായിരുന്നു വില്യം ബെൻഡിക്ക്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ച ഗവർണർ ജനറൽ. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടു. അപ്പം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ബംഗാളായിരുന്നു അല്ലേ. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നഴ്സറി എന്നൊക്കെ പറയുന്നത് ബംഗാളാണ്. ബംഗാളിലായിരുന്നു കൂടുതലും ഇവർ കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് എന്തായി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി. ഇത് ആരുടെ കാലത്താണ്? ആര് ഗവർണർ ജനറൽ ആയിരുന്നപ്പോഴായിരുന്നു? വില്യം ബെൻഡിക്ക്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തി. അപ്പം അതുവരെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു. ഈ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഈ ബംഗാൾ എന്നുള്ളത് എന്തായി? അത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ എന്ന പദവി വില്യം ബെൻഡിക്കിനാണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നാണ് വില്യം ബെൻഡിക്ക് അറിയപ്പെടുന്നത്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയോടൊരു ഒരു അനുകൂല നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു വില്യം ബെൻഡിക്ക്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നും ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്ക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ. സതി നിരോധിച്ച ഗവർണർ ജനറൽ. അപ്പം നമ്മുടെ രാജാറാം മോഹൻ റോയിയോട് ചേർന്ന് രാജാറാം മോഹൻ റോയിയുടെ അഭിപ്രായങ്ങളെ മാനിച്ച് 1829 സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഇമ്പോർട്ടൻ്റ് ആണ്, സതി നിരോധിച്ചത് വില്യം ബെൻഡിക് പ്രഭു ആണ് 1829. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ എവിടെയാണ്? കൊൽക്കത്തയിലാണ് 1835. പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ. അപ്പോൾ സതി നിരോധിച്ചു, പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നാണ് വില്യം ബെൻഡിക്ക് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങളായിരുന്നു: കുടകിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു, ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിക്കാൻ ആദ്യമായി നിയമ കമ്മീഷനെ നിയമിച്ചു, തഗ്ഗുകളെ കൊള്ള സംഘങ്ങൾ അമർച്ച ചെയ്തത്,
1831 വില്യം ബെന്റിക് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലയളവിലാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ വില്യം ബെന്റിക്കിനെ സഹായിച്ചത് മെക്കാളെ പ്രഭു ആയിരുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ വില്യം ബെന്റിക്കിനെ സഹായിച്ചത് മെക്കാളെ പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ല് എന്ന് പറയുന്നതാണ് മെക്കാളെ മിനിറ്റ്സ്. ഇത് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ്. കറുപ്പു കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്ത ഭരണാധികാരിയാണ് മെക്കാളെ. ഇനി ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? അത് റോബർട്ട് ക്ലൈവ്. അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സും അപ്പോഴാണ് ഗവർണർ എന്നത് മാറ്റി ഗവർണർ ജനറലായത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെന്റിക്ക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റണും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലേ ഉള്ളൂ, അത് സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും സി രാജഗോപാലാചാരിയാണ്. ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് ഇടയ്ക്ക് പറഞ്ഞത്. അടുത്ത ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. ചാൾസ് മെറ്റ്കാഫിൻ്റെ കാലഘട്ടം 1835 മുതൽ 36 വരെയുള്ള കാലഘട്ടമാണ്. 1835 ഗവർണർ ജനറലിൻ്റെ താൽക്കാലിക പദവി വഹിച്ച ഗവർണറായിരുന്നു ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. 1835 ഗുംസൂർ കലാപകാലത്തെ ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ് ആയിരുന്നു. ലിബറേറ്റർ ഓഫ് പ്രസ്സിൻ്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആണ് ചാൾസ് മെറ്റ്കാഫ്. അടുത്ത ഗവർണർ ജനറലാണ് ഓക്ലാൻഡ് പ്രഭു. 1836 മുതൽ 1842 വരെയുള്ള കാലഘട്ടമാണ് ഓക്ലാൻഡ് പ്രഭുവിൻ്റേത്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്ന സമയത്തെ ഗവർണർ ജനറലാണ് ഇദ്ദേഹം. ഓക്ലാൻഡിൻ്റെ വിഡ്ഢിതം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഒന്നാം അഫ്ഗാൻ യുദ്ധം. അപ്പോൾ ഓക്ലാൻഡിൻ്റെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധമായിരുന്നു അഫ്ഗാൻ യുദ്ധം. ഒന്നാം അഫ്ഗാൻ യുദ്ധം ഓക്ലാൻഡിൻ്റെ വിഡ്ഢിത്തം എന്നാണ് അറിയപ്പെടുന്നത്. സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറലാണ് ഓക്ലാൻഡ് പ്രഭു. സിംല മാനിഫെസ്റ്റോ 1838 പുറത്തിറക്കിയ ഗവർണർ ജനറൽ ഓക്ലാൻഡ് പ്രഭു ആണ്. അടുത്തതാണ് എല്ലൻ ബെറോയുടെ കാലഘട്ടമാണ് 1842 മുതൽ 1844 വരെ. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ് എല്ലൻ ബെറോ. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. സിന്ധ് കീഴടക്കാൻ നേതൃത്വം കൊടുത്ത സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ചാൾസ് നേപ്പിയർ. സിന്ധിൻ്റെ ആദ്യ ചീഫ് കമ്മീഷണറാണ് ചാൾസ് നേപ്പിയർ. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം. 1843 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. അടുത്തത് ഹാർഡിഞ്ച് ഫസ്റ്റ് ആണ്. 1844 മുതൽ 1848 വരെയുള്ള കാലഘട്ടമാണ് ഹാർഡിഞ്ച് ഫസ്റ്റിൻ്റെ. ഗോത്രവർഗക്കാരായ ഗോണ്ടുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത ഭരണാധികാരിയാണ് അദ്ദേഹം. ഗോത്രവർഗക്കാരായ ഗോണ്ടുകൾ ഇവരുടെ ഇടയിൽ നിന്നാണ് നരബലി ഇത് അമർച്ച ചെയ്ത ഭരണാധികാരിയാണ് ഹാർഡിഞ്ച് ഫസ്റ്റ്. നെപ്പോളിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടമായതിനു ശേഷമാണ് ഹാർഡിഞ്ച് ഫസ്റ്റ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത്. ഗോണ്ടുകൾ ബ്രിട്ടീഷുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഒറീസയിൽ കലാപം നടത്തി. 1846 ഹാർഡിഞ്ച് ഒന്നിൻ്റെ കാലത്ത് ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്തെ ഗവർണർ ജനറലായിരുന്നു ഹാർഡിഞ്ച് ഫസ്റ്റ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് ഗവർണർ ജനറൽ. ലാഹോർ സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് ഫസ്റ്റ്. ലാഹോർ സന്ധി ഒപ്പുവെച്ചത് ആരാണ്? ഹാർഡിഞ്ച് ഫസ്റ്റ് ആണ് ലാഹോർ സന്ധിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ. അടുത്തതാണ് ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നാണ് ഡൽഹൌസി അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹൌസിയും വില്യം ബെന്റിക്കും ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? അത്
ഡൽഹൌസിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം കൊണ്ടുവന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം കൊണ്ടുവന്ന ഗവർണർ ജനറൽ അത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് എന്നാണ്? 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യ റെയിൽപാത ബോംബെ മുതൽ താനെ വരെയായിരുന്നു. അപ്പോൾ ആദ്യ റെയിൽപാത ബോംബെ ടു താനെ 1853 ഏപ്രിൽ 16. ഇനി ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ബോംബെ ടു താനെ ആയിരുന്നു. അടുത്തത് ചാർട്ടർ ആക്ട് 1853, ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് 1855 എന്നിവ നിലവിൽ വന്ന സമയത്തെ ഗവർണർ ജനറൽ. ചാർട്ടർ ആക്ടും ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് നിലവിൽ വന്ന സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ചു. അപ്പോൾ തപാൽ, ടെലഗ്രാഫ്, റെയിൽവേ ഇതെല്ലാം ആരുടെ കാലത്താണ്? ഡൽഹൌസിയുടെ കാലത്താണ്. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈൻ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈന് കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി. ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ തോംസൺ കോളേജ് സ്ഥാപിച്ച വ്യക്തിയാണ്. തോംസൺ കോളേജ് പിന്നീട് റൂർക്കി IIT ആയി മാറി. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ്? അത് ഡൽഹൌസിയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് വുഡ്സ് ഡെസ്പാച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷനെ നിയമിച്ചത് ആരാണ്? വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായിട്ട് ഡൽഹൌസിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് വുഡ്സ് ഡെസ്പാച്ച് അറിയപ്പെടുന്നത്. 1854 ഈ വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷൻ വന്നത്. ഡൽഹൌസിയുടെ വിശേഷണങ്ങൾ: ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്, ഇന്ത്യൻ ടെലിഗ്രാഫിൻ്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ്. ഇതെല്ലാം ആരാണ്? ഇതെല്ലാം ഡൽഹൌസിയാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്, ഇന്ത്യൻ ടെലിഗ്രാഫിൻ്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ്. ഡൽഹൌസിയുടെ കാലത്ത് നടന്ന പ്രധാന യുദ്ധങ്ങളായിരുന്നു രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം 1848 മുതൽ 49 വരെയും, രണ്ടാം ബർമീസ് യുദ്ധം 48 മുതൽ 49 വരെയും, സാന്താൾ കലാപം 1855 ടു 1856. ദത്തവകാശ നിരോധന നിയമം 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധനം കൊണ്ടുവന്നത് ഡൽഹൌസിയും അത് പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ് 1859 കേട്ടോ. അത് നമ്മൾ കാനിങ് പ്രഭുവിനെ പറ്റി ഇനി പഠിക്കും, കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി 1848, ഇത് പിൻവലിച്ചത് കാനിങ് പ്രഭു 1859. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസിയായിരുന്നു. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസിയായിരുന്നു. ഡൽഹൌസി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡൽഹൌസിയുടെ ഭാഗം നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാൻ. ഇനി ഹിന്ദു വിധവ പുനർവിവാഹ നിയമം കരട് തയ്യാറാക്കിയത് ഡൽഹൌസിയാന്ന് പറഞ്ഞു. ഇത് നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവും 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത്. വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാൻ പ്രേരണ ചൊലുത്തിയത് ആരാണ്? അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രേരണയാലാണ് കാനിങ് പ്രഭു 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നത്. ഇനി ഗവർണർ ജനറൽ മാറി എന്തായി? വൈസ്രോയിമാർ എന്ന പദവിയിലേക്ക് വന്നു. അപ്പം കാനിങ് പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ
വൈസ്രോയി, ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. 1856 മുതൽ 1862 വരെയുള്ള കാലഘട്ടമാണ് കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടം. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായ വ്യക്തിയായിരുന്നു കാനിങ് പ്രഭു. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബറിൽ അലഹാബാദ് ദർബാറിൽ വെച്ച് വായിച്ച വൈസ്രോയിയാണ് ക്ലെമൻസി കാനിങ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അപ്പോൾ 1858 നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതേ തുടർന്ന് ഗവർണർ ജനറൽ എന്നത് വൈസ്രോയി ആയി. തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയി നിയമിതനായത് കാനിങ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബറിൽ അലഹാബാദ് ദർബാറിൽ വെച്ച് വായിച്ചത് ആരാണ്? അത് കാനിങ് പ്രഭുവാണ്. ക്ലെമൻസി കാനിങ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിതമായപ്പോഴത്തെ ഭരണാധികാരിയായിരുന്നു കാനിങ് പ്രഭു. 1857 കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികൾ സ്ഥാപിതമാകുന്നത്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം പാസാക്കിയ ഗവർണർ ജനറലായിരുന്നു കാനിങ് പ്രഭു. വൈസ്രോയിയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നത് 1862 ജനുവരി 1 ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് തോമസ് ബാബിങ്ടൺ മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി. ഇനി ആദായ നികുതി ആരംഭിച്ച വൈസ്രോയിയാണ് കാനിങ് പ്രഭു. ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു ആണ്. ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയാണ് കൽക്കട്ട സർവകലാശാല. 1857 കൽക്കട്ട സർവകലാശാല നിലവിൽ വരുന്നത്. ബംഗാൾ റെൻ്റ് ആക്ട് 1859 കൊണ്ടുവന്ന വൈസ്രോയിയാണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് 1860 ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അത് ജെയിംസ് വിൽസൺ ആണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് കാനിങ് ആയിരുന്നു. 1861 ഇന്ത്യയിൽ വകുപ്പ് വിഭജന സമ്പ്രദായം, പോർട്ട്ഫോളിയോ സമ്പ്രദായം നിലവിൽ വന്നപ്പോഴും വൈസ്രോയി കാനിങ് ആയിരുന്നു. 1861 ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സാക്കപ്പെട്ടത്. ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സാക്കപ്പെട്ടത് 1861 ആരുടെ കാലഘട്ടത്തിലാണ്? ഏത് വൈസ്രോയിയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ: ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857, ഇന്ത്യയിലെ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിൽ വൈറ്റ് മ്യൂട്ടിനി നടന്നത് 1859, ഇൻഡിഗോ കലാപം ബംഗാളിൽ നടക്കുമ്പോഴും ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? കാനിങ് പ്രഭുവാണ് അല്ലേ. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സായപ്പോഴും 1864 ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസ്സായി. ഇതെല്ലാം കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. അടുത്ത വൈസ്രോയി ആയിരുന്നു എൽജിൻ ഫസ്റ്റ്. 1862 to 1863 വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി ആരാണ്? എൽജിൻ ഫസ്റ്റ് ആണ്. 1862 ഇന്ത്യയിൽ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ ഹൈക്കോടതി വന്നത് 1862 എവിടെയാണ് ആദ്യ ഹൈക്കോടതി? കൽക്കട്ടയിലാണ് കേട്ടോ. 1862 നിലവിൽ വന്ന മറ്റ് ഹൈക്കോടതികളാണ് ബോംബെയും മദ്രാസും. അപ്പോൾ അദ്ദേഹത്തെ പറ്റി വളരെ കാര്യമായിട്ട് അങ്ങനെ പഠിക്കാനില്ല. അടുത്തത് സർ ജോൺ ലോറൻസ്. 1864 1869 കാലഘട്ടം. പഞ്ചാബിൻ്റെ രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ, വിജയത്തിൻ്റെ സംഘാടകൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ്. സർ ജോൺ ലോറൻസ് എങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടത്? പഞ്ചാബിൻ്റെ രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ, വിജയത്തിൻ്റെ സംഘാടകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജോൺ ലോറൻസ് ആണ്. സമർത്ഥനായ നിഷ്ക്രിയത്വ നയം നടപ്പിലാക്കിയത്. സമർത്ഥമായ പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി. സമർത്ഥമായ നിഷ്ക്രിയത്വ നയം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ച വൈസ്രോയിയാണ് സർ ജോൺ ലോറൻസ്. സർ ജോൺ ലോറൻസ് ആണ് ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത്. ഒറീസയിലും ബുന്ദേൽഖണ്ഡ്, രജപുത്താന മേഖലകളിലെ ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ വൈസ്രോയി ഇദ്ദേഹമായിരുന്നു. ക്ഷാമത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ തലവനായിരുന്നു ജോർജ് കാമ്പൽ. അപ്പം ഈ ഒറീസയിലെ ബുന്ദേൽഖണ്ഡിലും രജപുത്താന മേഖലകളിലും ക്ഷാമം പടർന്നു പിടിച്ചു. ഈ ക്ഷാമത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷനായിരുന്നു ജോർജ് കാമ്പൽ കമ്മീഷൻ.
അടുത്തതാണ് മേയോ പ്രഭു. 1869 മുതൽ 1872 വരെയുള്ള കാലഘട്ടമാണ് മേയോ പ്രഭുവിൻ്റേത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ച വൈസ്രോയി. ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ച വൈസ്രോയി ആരാണ്? അത് മേയോ പ്രഭുവാണ്. പ്രവിശ്യകൾക്ക് സാമ്പത്തിക അധികാരങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ഇദ്ദേഹം. ഇന്ത്യൻ വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ധന വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി കത്തിയവാറിലെ രാജ്കോട്ടും കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിക്കുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് 1872 മേയോ പ്രഭു. അപ്പം മേയോ പ്രഭു ഇന്ത്യൻ ധന വികേന്ദ്രീകരണത്തിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആരംഭം കുറിച്ചു. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. കത്തിയവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് 1872 മേയോ പ്രഭു. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി ഏതാണ്? അത് മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു. ആൻഡമാനിൽ വെച്ച് മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരനായിരുന്നു ഷേർ അലി. ആൻഡമാനിൽ വെച്ച് ഒരു തടവുകാരനാലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആൻഡമാനിൽ വെച്ച് മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരനായിരുന്നു ഷേർ അലി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം കൊടുത്തത് മേയോ പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് മേയോ പ്രഭു ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയത് പക്ഷേ റിപ്പൺ പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം കൊടുത്തത് 1872 സെൻസസിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് മേയോ പ്രഭു ആയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് 1881. അടുത്ത വൈസ്രോയിയാണ് നോർത്ത് ബ്രൂക്ക്. പഞ്ചാബിലെ കൂഗ കലാപം ഔന്നത്യത്തിലെത്തിയപ്പോൾ, അതായത് പഞ്ചാബിലെ കൂഗ കലാപത്തിൻ്റെ സമയത്തെ വൈസ്രോയി ആയിരുന്നു നോർത്ത് ബ്രൂക്ക്. അപ്പോൾ കൂഗ കലാപം നടന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി 1875 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശന സമയത്തെ വൈസ്രോയി ആയിരുന്നു നോർത്ത് ബ്രൂക്ക്. അപ്പോൾ 1875 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു? നോർത്ത് ബ്രൂക്ക് ആയിരുന്നു. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് രാജിവെക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. അടുത്തത് ലിട്ടൺ പ്രഭുവാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ലിട്ടൺ പ്രഭുവിൻ്റെ കാലഘട്ടം 1876 മുതൽ 1880 വരെയുള്ള കാലഘട്ടമാണ്. ലിട്ടൺ പ്രഭു അറിയപ്പെടുന്നത് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നാണ്. ഓവൻ മെറിഡിത്ത് എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന വൈസ്രോയി. ഓവൻ മെറിഡിത്ത് എന്ന തൂലികാനാമത്തിൽ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓവൻ മെറിഡിത്ത് എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയ വൈസ്രോയി ആയിരുന്നു ലിട്ടൺ പ്രഭു. ഇന്ത്യയിൽ ആയുധ നിയമം 1878. ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം. ഇന്ത്യയിൽ ആയുധ നിയമം 1878 നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആയിരുന്നു. ഡൽഹിയിൽ ആദ്യമായി ഡൽഹി ദർബാർ സംഘടിപ്പിച്ചത് ലിട്ടൺ പ്രഭുവാണ്. വിക്ടോറിയ രാജ്ഞിയുടെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ചത് 1877 ഡൽഹി ദർബാറിൽ വെച്ചാണ്. അപ്പോൾ ഡൽഹി ദർബാർ, രാജകീയ ദർബാറിന് സംഘടിപ്പിച്ചത് വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഇവിടെ വെച്ച് വിക്ടോറിയ രാജ്ഞിയുടെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിക്കുന്നു 1877. ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്. അപ്പോൾ ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്ത് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിക്കുന്നു. ഏകീകൃത ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഏകീകൃത ഉപ്പ് നികുതി. അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആരംഭിച്ച സമയത്തെ വൈസ്രോയി 1875 അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആരംഭിച്ച സമയത്തെ വൈസ്രോയി ആയിരുന്നു. 1876-78 മഹാക്ഷാമത്തിൻ്റെ കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി. മഹാക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷനെ നിയമിച്ച വൈസ്രോയിയും ലിട്ടൺ ആണ്.
റിച്ചാർഡ് സ്ട്രാച്ചിയുടെ നേതൃത്വത്തിൽ 1878 ഇന്ത്യയിൽ ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നത് ആരുടെ നേതൃത്വത്തിലാണ്? റിച്ചാർഡ് സ്ട്രാച്ചിയുടെ നേതൃത്വത്തിൽ 1878 കാലഘട്ടത്തിലാണ്. റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ 1878. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ചത് ലിട്ടൺ പ്രഭുവാണ്. പിന്നീട് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 വയസ്സിൽ നിന്നും വീണ്ടും 21 മാറ്റിയത് റിപ്പൺ പ്രഭുവാണ് കേട്ടോ. പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണക്കുലാർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് 1878 ലിട്ടൺ പ്രഭുവും പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭു 1882. അടുത്തതാണ് റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയി എന്നാണ് റിപ്പൺ പ്രഭു അറിയപ്പെടുന്നത്. റിപ്പൺ ദി പോപ്പുലർ, ജനകീയനായ വൈസ്രോയി. ഇന്ത്യയിൽ ഗ്ലാഡ്സ്റ്റൺ ഏജൻറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജൻറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റിപ്പൺ പ്രഭു. എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് വിലയിരുത്തൂ എന്ന് അഭിപ്രായപ്പെട്ട വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു. എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് വിലയിരുത്തൂ എന്ന് പറഞ്ഞ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി 1881 റിപ്പൺ പ്രഭു ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് കമ്മീഷണറായിരുന്നു WC പ്ലൗഡൻ. ഇന്ത്യയിലെ ആദ്യ സെൻസസ് കമ്മീഷണർ ആരായിരുന്നു? WC പ്ലൗഡൻ. 1881 ആദ്യ ഫാക്ടറി ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ഇദ്ദേഹമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബാലവേല നിരോധിച്ച നിയമമാണ് ഫാക്ടറി ആക്ട്. അപ്പോൾ ഫാക്ടറി ആക്ട് 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ബാലവേല നിരോധിച്ചതാണ് ഫാക്ടറി ആക്ട്. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികൾ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിച്ചു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവാണ് റിപ്പൺ പ്രഭു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. ഇമ്പോർട്ടൻറ്റ് PYQ. 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ഇദ്ദേഹമാണ്. ഇൽബർട്ട് ബില്ല് വിവാദത്തെ സമയത്ത് വൈസ്രോയി റിപ്പണായിരുന്നു. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബില്ല്. അപ്പോൾ ഇൽബർട്ട് ബില്ല് വിവാദത്തിൻ്റെ സമയത്ത് വൈസ്രോയി റിപ്പണായിരുന്നു. എന്താണ് ഇൽബർട്ട് ബില്ല്? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബില്ല് എന്ന് പറയുന്നത്. ഇനി അടുത്ത വൈസ്രോയി ആയിരുന്നു ഡഫ്രിൻ പ്രഭു. 1884 മുതൽ 1888 വരെയുള്ള കാലഘട്ടമാണ് ഡഫ്രിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ വിളിച്ച വൈസ്രോയിയാണ് ഡഫ്രിൻ പ്രഭു. ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയി ആദ്യമായി ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾ ഇന്ത്യക്കാർക്ക് കൂടി നൽകുന്നതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ഐച്ചിസൺ കമ്മീഷൻ. 1886 ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾ ഇന്ത്യക്കാർക്ക് കൂടി നൽകുന്നതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ഐച്ചിസൺ കമ്മീഷൻ. ഐച്ചിസൺ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അടുത്തതാണ് ലാൻസ്ഡൗൺ പ്രഭു. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാകുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇമ്പീരിയൽ, പ്രൊവിഷണൽ, സബോർഡിനേറ്റ് എന്ന് 3 തിരിച്ച വൈസ്രോയി ആയിരുന്നു ലാൻസ്ഡൗൺ പ്രഭു. 1891 രണ്ടാം ഫാക്ടറി ആക്ട് പാസ്സാകുമ്പോൾ വൈസ്രോയി പെൺകുട്ടികളുടെ വിവാഹപ്രായം നിയമമൂലം 12 വയസ്സായി നിജപ്പെടുത്തിയ ഏജ് ഓഫ് കൺസേൺ ബില്ല് അവതരിപ്പിച്ച വൈസ്രോയി. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കാൻ ഡ്യൂറൻഡ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആയിരുന്നു ലാൻസ്ഡൗൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനെയും വേർതിരിക്കാൻ, ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനെയും വേർതിരിക്കുന്നത് ഡ്യൂറൻഡ് ലൈനാണെന്ന് പറഞ്ഞു. ഇതിനെ ഒരു കമ്മീഷനെ നിയമിച്ചത് ആരായിരുന്നു? അത് ലാൻസ്ഡൗൺ പ്രഭു ആയിരുന്നു. നിലവിൽ ഡ്യൂറൻഡ് ലൈൻ വേർതിരിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയുമാണ്. നിലവിൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും, കാരണം അത് വിഭജനത്തിന് മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അടുത്തതാണ് എൽജിൻ സെക്കൻഡ്. 1896 ബോംബെയിൽ ആയിരക്കണക്കിന് പേരുടെ മരണത്തിന് കാരണമായ പ്ലേഗ് രോഗബാധ സമയത്തെ വൈസ്രോയി. 894 മുതൽ 899 വരെയാണ് എൽജിൻ സെക്കൻഡിൻ്റെ കാലഘട്ടം. 1896-97 കാലത്ത് ഉത്തരേന്ത്യയിലുണ്ടായ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ എൽജിൻ സെക്കൻഡ് നിയമിച്ച ക്ഷാമ കമ്മീഷനാണ് ലയൽ കമ്മീഷൻ. ലയൽ കമ്മീഷൻ്റെ തലവനാണ് ജെയിംസ് ലയൽ.
എൽജിൻ സെക്കൻഡിൻ്റെ കാലത്ത് വധിക്കപ്പെട്ട പൂനെയിലെ പ്ലേഗ് കമ്മീഷണറായിരുന്നു WC റാൻഡ്. 1897 ജൂൺ 22-നാണ് കേണൽ അയേഴ്സ്റ്റിനെയും റാൻഡിനെയും വധിച്ചത്. ചപേക്കർ സഹോദരന്മാർ ദാമോദർ ഹരിയും ബാലകൃഷ്ണ ഹരിയും ഇവരാണ് വധിക്കുന്നത്. അടുത്തതാണ് കഴ്സൺ പ്രഭു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴ്സൺ പ്രഭു. 1899 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് കഴ്സൺ പ്രഭുവിൻ്റേത്. 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു. വർഷം 1905. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി, ഒരു വൈസ്രോയിയെ തിരുവിതാംകൂർ സന്ദർശിച്ചിട്ടുള്ളൂ, അതാണ് കഴ്സൺ പ്രഭു. സർവകലാശാല കമ്മീഷനെ നിയോഗിച്ച വൈസ്രോയി 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷൻ്റെ തലവനായിരുന്നു തോമസ് റാലെ. ഡൽഹിയിലെ പുസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ച വൈസ്രോയിയാണ് കഴ്സൺ. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റെയിൽവേ വേർതിരിച്ച വൈസ്രോയി. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവായിരുന്നു. കഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ പാസ്സായ ചില നിയമങ്ങളാണ് ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് 1899, പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം 1904, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? അത് ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു 1905. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ നോർത്ത് വെസ്റ്റ് ഫ്ലോറിഡർ പ്രൊവിൻസ് രൂപീകരിച്ച വൈസ്രോയി. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി 1902 നിയമിച്ചത് സർ ജോൺ മാർഷലിനെയാണ്. പോലീസ് സംവിധാനത്തെപ്പറ്റി പഠിക്കാൻ ആൻഡ്രൂ ഫ്രോസറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചത് കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ്. ലോർഡ് കിച്ച്നറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴ്സൺ പ്രഭു രാജിവെക്കുന്നു. കഴ്സൺ പ്രഭുവിൻ്റെ പ്രധാന കൃതിയാണ് പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ്, ജപ്പാൻ, കൊറിയ, ചൈന എന്നത്. കഴ്സൺ പ്രഭുവിനെ ഔറംഗസീബുമായി താരതമ്യപ്പെടുത്തിയത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കഴ്സൺ പ്രഭുവിനെ ആരുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയത്? ഗോഖലെ ഔറംഗസേബുമായിട്ട്. കഴ്സൺ പ്രഭുവിനെ ഔറംഗസേബിനെയും തമ്മിൽ താരതമ്യം ചെയ്തത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം രചിച്ചത് റൊണാൾഡ് ഷേ ആണ്. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം രചിച്ചത് റൊണാൾഡ് ഷേ ആണ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് കഴ്സനാണ്. അപ്പം കഴ്സൺ പറയുകയാണ്, എൻ്റെ പൂർവികർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാനിവിടെ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് കഴ്സൺ പറയുന്നു. അടുത്ത വൈസ്രോയിയാണ് മിൻറ്റോ സെക്കൻഡ്. മിൻറ്റോ സെക്കൻഡിൻ്റെ കാലഘട്ടം 1905 മുതൽ 1910 വരെയാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി ആയിരുന്നു മിൻറ്റോ. 1905 ഒക്ടോബർ 16-ന്. 1905-ലാണ് ബംഗാൾ വിഭജനം നടത്തുന്നത്. ഒക്ടോബർ 16-ന് ഇത് നിലവിൽ വരുമ്പോൾ മിൻറ്റോ സെക്കൻഡ് ആയിരുന്നു വൈസ്രോയി. 1906 ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോഴത്തെ വൈസ്രോയി മിൻറ്റോ സെക്കൻഡാണ്. 1907 സൂറത്ത് സമ്മേളനത്തെ തുടർന്ന് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞപ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാക്കുന്ന സമയത്തെ വൈസ്രോയി. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിൻറ്റോ മോർലി പരിഷ്കാരം. അപ്പോൾ എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്ന മറ്റൊരു പേര്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. എന്താണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ്. ഇനി അടുത്ത മിൻറ്റോ സെക്കൻഡിന് ശേഷം അടുത്ത വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് സെക്കൻഡാണ്. അപ്പം ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് നമ്മുടെ കഴ്സൺ പ്രഭുവും അത് നിലവിൽ വന്നപ്പോൾ മിൻറ്റോ സെക്കൻഡ്. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് സെക്കൻഡുമാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ച ആരുടെ കാലഘട്ടത്തിലാണ്? ആര് വൈസ്രോയി ആയിരുന്നപ്പോഴാണ്? ഹാർഡിഞ്ച് സെക്കൻഡ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹറോൾഡ് മാക്മില്ലൻ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹറോൾഡ് മാക്മില്ലൻ. ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചപ്പോഴത്തെ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി 1911 ഡൽഹി ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി. ഈ ദർബാറിൽ വെച്ച് ജോർജ് അഞ്ചാമൻ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റതായി പ്രഖ്യാപിച്ചു.
1911 ഡിസംബർ 12-നാണ് ഈ ഡൽഹി ദർബാറിൽ വെച്ച് ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലായിരുന്നു. അത് അവിടെ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴത്തെ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡിനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരനാണ് റാഷ് ബിഹാരി ബോസ്. സിവിൽ സർവീസിൽ ഇന്ത്യക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഇസ്ലിംഗ്ടൺ കമ്മീഷൻ. 1915 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡാണ്. ഹാർഡിഞ്ച് സെക്കൻഡ് രചിച്ച കൃതിയാണ് മൈ ഇന്ത്യൻ ഇയേഴ്സ് 1910-16 എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് ചെംസ്ഫോർഡ് പ്രഭു. 1916 മുതൽ 1921 വരെയുള്ള കാലഘട്ടമാണ് ചെംസ്ഫോർഡ് പ്രഭു. 1916 തിലകും ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ 1916 ലക്നൗ സന്ധി ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയിയും ഇദ്ദേഹമാണ്. 1916 ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ശ്രീമതി നാദിഭായി ദാമോദർ താക്കാർസി സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ചപ്പോഴത്തെ വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അപ്പോൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേരെന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കരണം. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. 1919-20 കാലഘട്ടം ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു. കരി നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൗലറ്റ് ആക്ട് 1919 പാസ്സാക്കിയ വൈസ്രോയിയാണ് ചെംസ്ഫോർഡ്. റൗലറ്റ് ആക്ട് കരി നിയമം എന്നാണ് റൗലറ്റ് ആക്ടിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത് പാസ്സാക്കിയത് ആരാണ്? ചെംസ്ഫോർഡാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴും ചെംസ്ഫോർഡ് ആയിരുന്നു വൈസ്രോയി. എഡ്വിൻ മോണ്ടേഗു ഓഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയ സമയത്തെ വൈസ്രോയിയും ഇദ്ദേഹമായിരുന്നു. ഇനി ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ. ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഇനി സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡാണ്. അടുത്ത വൈസ്രോയി ആയിരുന്നു റീഡിംഗ് പ്രഭു. 1921 മുതൽ 26 വരെയുള്ള കാലഘട്ടമാണ് റീഡിംഗ് പ്രഭു. ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും അതിൻ്റെ തീവ്രതയിലെത്തുകയും അവസാനിക്കുകയും ചെയ്ത സമയത്തെ വൈസ്രോയി. ഇന്ത്യയിൽ വൈസ്രോയിയായി നിയമിതനായ ഏക ജൂത മതവിശ്വാസിയാണ് റീഡിംഗ് പ്രഭു ജൂത മതവിശ്വാസിയാണ്. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയിയാണ് ആര്? റീഡിംഗ് പ്രഭു. റൗലറ്റ് ആക്ട് കൊണ്ടുവന്നത് ആരായിരുന്നു? അത് ചെംസ്ഫോർഡ് ആയിരുന്നു. റെയിൽവേ ബജറ്റ് പൊതുബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയിയാണ് വൈസ്രോയി. 1924 നിലവിൽ പൊതുബജറ്റും റെയിൽവേ ബജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു റീഡിംഗ് പ്രഭു. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി 1921. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് നടപ്പിലാക്കിയ ദ്വിഭരണത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ റീഡിംഗ് പ്രഭു നിയമിച്ച കമ്മീഷനാണ് മുഡിമാൻ കമ്മിറ്റി. 1924 റിസർവ് ബാങ്കിൻ്റെ പിറവിക്ക് കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ചതും ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. 1926 ദേവദാസി സമ്പ്രദായം 1925 നിയമം മൂലം നിരോധിച്ചു. ദേവദാസി സമ്പ്രദായം നിരോധിച്ചത് 1925 റീഡിംഗ് പ്രഭു. 1925 കാക്കോരി ട്രെയിൻ കൊള്ള നടക്കുമ്പോൾ വൈസ്രോയി. സൈന്യത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് സ്കീൻ കമ്മീഷൻ. സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു. അടുത്തതാണ് ഇർവിൻ പ്രഭു. 1926-1931 കാലഘട്ടം. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോഴത്തെ ഇന്ത്യയിലെ വൈസ്രോയി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോഴത്തെ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. അപ്പം ആരാണ് ബർദോളി സത്യാഗ്രഹം നടത്തിയത്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി എന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത്. ഈ സമയത്ത് ഈ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോഴത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18ഉം 14ഉമായി നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസ്സാക്കിയത്. എന്താണ് ശാരദാ നിയമം? ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം 18, 14 എന്നതിലേക്ക് മാറ്റിയത് 1929. ശാരദാ നിയമം കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് ഹർബിലാസ് ശാരദയാണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിനും ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവുമാണ്.
ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയിയാണ് ഇദ്ദേഹം. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയിയും ഇദ്ദേഹം തന്നെയാണ്. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഇർവിൻ ആക്ട് ഒപ്പുവെച്ചപ്പോഴത്തെ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഇദ്ദേഹമാണ്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ഇർവിൻ. 1931 വൈസ്രോയീസ് ഹൗസിൽ, നിലവിലെ രാഷ്ട്രപതി ഭവനിൽ ആദ്യ താമസക്കാരനാണ് ഇർവിൻ. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ 1931 ഫെബ്രുവരി 10 ആ സമയത്തെ വൈസ്രോയി ഇദ്ദേഹമായിരുന്നു. 1931 ഫെബ്രുവരി 13 ഇന്ത്യയുടെ തലസ്ഥാനമായി ന്യൂഡൽഹി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്നാണ് ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി ഉദ്ഘാടനം ചെയ്തത്? 1931 ഫെബ്രുവരി 13. അടുത്തതാണ് വെല്ലിംഗ്ടൺ പ്രഭു. 1931 മുതൽ 1936 വരെയുള്ള കാലഘട്ടമാണ് വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റേത്. 1932 റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴത്തെ വൈസ്രോയി. 1932 റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴത്തെ വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. 1932 ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ കരാർ ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയിയും ഇദ്ദേഹമാണ്. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ വ്യോമസേന നിലവിൽ വന്ന സമയത്തെ വൈസ്രോയിയും വെല്ലിംഗ്ടൺ പ്രഭുവാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്ത് 1934 ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയി ഇദ്ദേഹം തന്നെ ആയിരുന്നു. അടുത്തതാണ് ലിൻ ലിത്കോ പ്രഭു. 1936 മുതൽ 1943 വരെയുള്ള കാലഘട്ടമാണ് ലിൻ ലിത്കോ. വെല്ലിംഗ്ടണിന് ശേഷം വരുന്നതാണ് ലിൻ ലിത്കോ പ്രഭു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയിയായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ലിൻ ലിത്കോ പ്രഭു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയിയായി സേവനം അനുഷ്ഠിച്ചത് ലിൻ ലിത്കോ. 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ വൈസ്രോയി. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് ലിൻ ലിത്കോ. ഓഗസ്റ്റ് ഓഫർ ആരുമായി ബന്ധപ്പെട്ടിരുന്നു? ലിൻ ലിത്കോ പ്രഭു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യാമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്കോ പ്രഭുവാണ്. അതുപോലെ തന്നെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോഴത്തെ ഇന്ത്യയിലെ വൈസ്രോയിയും ലിൻ ലിത്കോ പ്രഭുവാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ക്രിപ്സ് മിഷൻ വന്നപ്പോഴും എല്ലാം ലിൻ ലിത്കോ പ്രഭുവായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടിരുന്നത് ലിൻ ലിത്കോയാണ്. അടുത്തതാണ് വേവൽ പ്രഭു. 1943 മുതൽ 1947 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയിയാണ് വേവൽ പ്രഭു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ വൈസ്രോയി ആയ വ്യക്തിയാണ് വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി. 1946 സെപ്റ്റംബർ 2 നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നു. 1946 നാവിക കലാപ സമയത്തെ വൈസ്രോയി. നാവിക കലാപം എവിടെയാണ്? ബോംബെയിലാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു വൈസ്രോയി? ലിൻ ലിത്കോ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി പ്രവർത്തനം ആരംഭിച്ചപ്പോഴത്തെ വൈസ്രോയിയും ലിൻ ലിത്കോ ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്നു. ഈ സമയത്തെ വൈസ്രോയി ആരാണ്? ലിൻ ലിത്കോ. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി. അടുത്തതാണ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് നമ്മുടെ മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കണം, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാനിൽ രൂപീകരിക്കണം. ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് പാസ്സാക്കിയ സമയത്തെ ഭരണാധികാരി വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൺ. 1979 അയർലാൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ മൗണ്ട് ബാറ്റൺ പ്രഭു കൊല്ലപ്പെട്ടു. അടുത്തതാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ
ഗവർണർ ജനറൽ, അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് ആര്? സി രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഒരേ ഒരു ഇന്ത്യക്കാരനായിരുന്നു സി രാജഗോപാലാചാരി. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനകാലത്ത് മദ്രാസിലെ വേദാരണ്യം കടപ്പുറത്ത് നിന്ന് ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സി രാജഗോപാലാചാരി. തെക്കു നിന്നുള്ള പോരാളി, വേദാരണ്യം ഗാന്ധി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. അപ്പം വേദാരണ്യം ഗാന്ധി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാരി. 1959 സി രാജഗോപാലാചാരി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വാതന്ത്ര്യ പാർട്ടി. സ്വതന്ത്ര പാർട്ടി ആരാണ് രൂപീകരിച്ചത്? സി രാജഗോപാലാചാരിയാണ് രൂപീകരിച്ചത്. അപ്പോൾ നമ്മൾ ഗവർണർ ജനറൽമാരെ പറ്റിയും വൈസ്രോയിമാരെ പറ്റിയും എല്ലാം പഠിച്ചു. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികളെ കുറിച്ചാണ് പഠിച്ചത്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷമുള്ള സാഹചര്യവും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ കൂടെ കുറച്ച് കലാപങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് തന്നെയായിട്ടൊരു ക്ലാസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ കട്ടയ്ക്ക് നിൽക്കുക. നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാം. കാരണം നമ്മൾ സിലബസ് തീർത്താണ് പോകുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പ്രീവിയസ് ഇയർ സെക്ഷനും ഉണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ കൂടെ തന്നെ നാളെ മുതൽ നമുക്ക് മലയാളവും ഇംഗ്ലീഷും എല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകണം. അപ്പോൾ ഒന്നിച്ച് മുൻപോട്ട് പോകാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.